ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കുറിച്ചൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്നും അട്രാക്റ്റ് ആവുകയാണ് എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതമാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. എല്ലാ രീതിക്കും നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇനി അല്ല ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വിവാഹമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അതൊരു പുതിയ നല്ല തുടക്കമായിരിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഏത് രീതിയിലുള്ള ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയിലൂടെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എന്നേക്കുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ചേരാത്ത വിധം നിങ്ങൾ അകന്നു പോയൊരു സമയമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കും. മനസ്സില്ലാ മനസ്സോടെ ആണെന്നുണ്ടെങ്കിലും ഒരു കൂട്ട് വേണം, ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. മറ്റു ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഓർത്ത് വേദനിച്ചിട്ട് ഇനി എങ്ങനെയെങ്കിലും അതൊന്ന് തിരികെ ലഭിക്കണം, ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കാം. ഹൃദയം നുറുങ്ങുന്ന ആ ഒരു വേദനയിൽ നിങ്ങൾ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം ഒരു precious ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം തേങ്ങി വേദനിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ cheat ചെയ്തിട്ട് പോയ വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയ വ്യക്തികളായിക്കൊള്ളട്ടെ, ഇപ്പോഴും നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് തന്നെ കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു person ഇല്ലാതെ നിങ്ങളുടെ life complete ആകില്ല എന്നൊരു thoughts ആണ് നിങ്ങളുടെ mind ൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു വലിയ തുടക്കം ജീവിതത്തിൽ വേണം. അതും വൈകാരികപരമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല തുടക്കം വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ energy ആണ് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. Four of Swords ആണ്. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ കാർഡ് പോലെ തന്നെ connect ആയിട്ട് തന്നെയാണ് second കാർഡും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ കുത്തിയിറക്കുന്ന, ആഴത്തിൽ കുത്തിയിറക്കുന്ന മുള്ളുകളെല്ലാം നിങ്ങളുടെ ശരീരത്തിലൂടെ കുത്തിയിറങ്ങുന്ന ഒരു വേദന. അതോടൊപ്പം നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതിപ്പോൾ family ആയിക്കൊള്ളട്ടെ, friends ആയിക്കൊള്ളട്ടെ, മറ്റാരും ആയിക്കൊള്ളട്ടെ. ഈ ഒരു ജീവിതത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു hurt ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ നിങ്ങൾ നിൽക്കുകയാണ്. എത്രയും വേഗം ഈ ഒരു situation ൽ എല്ലാം ഒരു change ഉണ്ടാകണം. ആ ഒരു change ഉണ്ടായിട്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്ത് സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നൊരു ചിന്തയും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ manifest ചെയ്യുന്നുണ്ട്, visualize ചെയ്യുന്നുണ്ട്. ഈ ഒരു വേദനകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മുന്നോട്ടേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും വളരെ positive ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുന്നോട്ടേക്ക് ജീവിക്കുക, ഈ ഒരു person മായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്.
ആ ഒരു ആത്മവിശ്വാസം തങ്ങി നിൽക്കുമ്പോഴും നെഞ്ചു നുറുങ്ങുന്ന ഒരു വേദന അല്ലെങ്കിൽ അത്രത്തോളം ഹൃദയം പൊട്ടി കരയുന്ന ഒരു വേദനയിലൂടെ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം ഒരു ചീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നെല്ലാം ഒരു അവഗണനയൊക്കെ നേരിട്ടിരിക്കുന്ന വ്യക്തികളാണ്. ആ ഒരു അവഗണനയുടെയൊക്കെ ഭാഗമായിട്ട് ഇനിയെങ്കിലും ഒരു ജീവിതം ഉണ്ടാകുമോ എന്നൊരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴും വളരെ പ്രതീക്ഷ നിങ്ങളുടെ ആ ഒരു അവബോധ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വേദനകൾക്കെല്ലാം തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇത്രയും നാളും വേദനിച്ച ആ ഒരു വേദനകളെല്ലാം നിങ്ങൾക്ക് മാറാനായിട്ട് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരാനായിട്ട് പോകുന്നു. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആയിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വ്യക്തി ആയിരിക്കും. ഇപ്പൊ ചിലവര് പറയാം ആ ഒരു പുതിയ വ്യക്തി ഇനി വേണ്ട, നിങ്ങളുടെ ഒരു വേദനകളുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അത് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണം, അല്ലെങ്കിൽ നീതിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സണ്ണായിട്ട്, ഒരു സൂര്യനായിട്ട് കത്തി ജ്വലിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു വേദനിക്കുന്ന അവസ്ഥയിൽ നിന്നും, ഈ ഒരു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ആ ഒരു സന്തോഷത്തിന്റേതായ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു value തരുന്ന, നിങ്ങളുടെ emotionsന്, നിങ്ങളുടെ feelingsനെല്ലാം ഒരുപാട് value കൽപ്പിക്കുന്ന ഒരു person തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു വേദനകളും ആ ഒരു മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാത്തിനും പരിഹാരമായിട്ട് ഈ ഒരു universe ആയിട്ട് തന്നെ, ഈ ഒരു yellow കളർ എന്ന് പറയുന്നത് പോലും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ആണ്. അപ്പൊ ആ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പെയിൻ എല്ലാം തന്നെ ഒരു അവസാനം വരാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നിങ്ങൾ ബ്ലെയിം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒരുപാട് അവഗണനകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ഒരു റിക്വസ്റ്റുമായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഒരുപാട് റിക്വസ്റ്റ് ആയിട്ട് ചെന്നിട്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത് എന്ന് നിങ്ങൾ ബെഗ് ചെയ്യുന്ന പോലെയൊക്കെ ചിലപ്പോൾ ചെന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടേതായ ഒരു വ്യക്തിത്വത്തെ പോലും മറന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് ജീവിച്ച വ്യക്തികൾ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ അകപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് പോലും ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷനും അതുപോലെ ഒരുപാട് ബെഗ് ചെയ്ത് ചെന്നിട്ടും നിങ്ങൾ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകളും നിങ്ങളുടെ അകാരണമായ ഭയവും എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് മാറപ്പെടുകയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത ജീവിതം, അല്ലെങ്കിൽ കറുത്ത അധ്യായത്തിൽ നിന്നും ഒരു സൂര്യൻ ഉദിച്ച് ചന്ദ്രനായി വരുന്ന ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റത്തിലൂടെ, ആ ഒരു wheel of fortune ലൂടെ കറങ്ങി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ശുദ്ധമായ ആ ഒരു സത്യസന്ധമായ ഒരു ആഗ്രഹത്തിന്റെ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ചൊരിയാനായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ബാക്കിലേക്ക് റിമൂവ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലിംഗിലൂടെ കടന്നു പോവുക. നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു സമയമൊക്കെയാണ് നിങ്ങളുടെ. അതുപോലെ നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും പിടിവിടാതെ അതേ വിശ്വാസത്തോടു കൂടി തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് വരിക. കാരണം നിങ്ങൾക്ക് ഒരു വലിയ മാറ്റമാണ് ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ പോലും ബ്ലെയിം ചെയ്തിട്ട് നിങ്ങളാണ് തെറ്റുകാരി എന്ന് വരുത്തി തീർത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ പേഴ്സൺ ചിലപ്പോൾ ഉണ്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചിലവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. മറ്റൊരു ജീവിതം തേടി അവർ പോയിട്ടുണ്ടായിരിക്കാം. ഒരു രീതിയിലും ഒന്നിക്കാത്ത രീതിയിൽ ഒരുപാട് നിങ്ങൾ വേദനകൾ സഹിച്ചു വന്നവരായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വെളിച്ചം, ഒരു പുതിയ അധ്യായം തുറക്കാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്ക് ആദ്യമേ വരുന്നത്. 1 എന്നാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാനായിട്ട് പോകുന്നത്. കാരണം Ace of Cups ആണ് വന്നിരിക്കുന്നത്. പുതിയൊരു തുടക്കമാണ്, അല്ലാതെ ഒരു continuation അല്ല. പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിലും ഒരു പുതിയ തുടക്കമായിരിക്കും. പഴയ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് അവർ കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു എല്ലാവിധ ഫ്രീഡവും, നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഒരു സമയം.
ഫൈവ് ഓഫ് സോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെഡിക്കൽ സഹായമൊക്കെ ആവശ്യമായിട്ട് വന്ന വ്യക്തികളും ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ അത്രയും ഒരു വലിയൊരു കുഴിയില് വലിയൊരു കിണറ്റിൽ വീണൊരു അവസ്ഥയാണ്. നിറയെ കല്ലും മുള്ളും നിറയുന്ന രീതിയിലുള്ള ഒരു കിണറ്റിലേക്ക് നിങ്ങളെ എടുത്ത് എറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേദനയിലൂടെ കടന്നു വന്നവരാണ്. വളരെയധികം ഹാപ്പി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വളരെയധികം ഹാപ്പി ആയിട്ട് ആഘോഷിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു നെഗറ്റിവിറ്റി, ഇവിടെ കാണുന്ന ഈ ഒരു നെഗറ്റിവിറ്റീസ് ഫുള്ള് നിങ്ങളുടെ തലയിൽ നിറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായി. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ പണ്ട്, നീ ഒരുപാട് മാറിപ്പോയി, നിന്റെ ചിന്തകളും നിന്റെ രീതികളും ഒക്കെ മാറിപ്പോയിരിക്കുന്നു, നീ നിന്നെ തന്നെ മറന്നു പോയിരിക്കുന്നു എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു രീതിയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം നിങ്ങളെ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതിനുള്ള എല്ലാവിധ ഒരു അനുഗ്രഹങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഗ്രോത്തിൽ നിന്നൊരു വ്യക്തികളാണ്, കരിയറിലൊക്കെ നല്ല രീതിക്ക് നിന്നൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ഒരു കരിയർ പോലും ചിലപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൈവിട്ട് പോയിരിക്കുന്ന ആ ഒരു കരിയർ പോലും ഇപ്പൊ നിങ്ങൾ പതുക്കെ പതുക്കെ അതിനകത്തേക്ക് തുടക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവാനായിട്ട് പോവുകയാണ്. ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്കൊക്കെ നിങ്ങൾ എത്താനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ പേരിലേക്ക് നിങ്ങൾ തഴഞ്ഞ വ്യക്തികളും ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന രീതിയിൽ നിങ്ങളൊരു വിജയം അനുഭവിക്കാൻ പോകുന്നു. ഒരു രാജ്ഞിയെ പോലെ നിങ്ങൾ ഇരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. ദ വേൾഡ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കാർഡുകളിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയ ഒരു എനർജിയാണ്. സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അതിപ്പോ വൈകാരികപരമായ ജീവിതത്തിൽ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു പാഷന്റെ കാര്യത്തിൽ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ, എന്ത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു എനർജീസ്, നെഗറ്റീവ് എനർജീസ് എല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ആയിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയിലേക്കാണ് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെ ആയിരിക്കും പോകുന്നത്. ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, ജീവിതം പോലും മതിയായി എന്നൊരു ചിന്തയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം കടന്നു വന്നതിൽ ഏറ്റവും ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ, ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമാസ് നിങ്ങളിലേക്ക് അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബർത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നു പോയിരിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട് എല്ലാ രീതിക്കും ഒരു സ്ട്രഗിളിങ് കൂടി വന്നു നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു കൂടിയ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ നാശത്തിലേക്കല്ല, പകരം നിങ്ങളുടെ വേദനകളെല്ലാം അവസാനിക്കുന്നതിന്റെ ആ ഒരു ഏറ്റവും കൂടിയ മൊമെന്റ് ആയതുകൊണ്ടാണ് അത്രത്തോളം ഒരു പെയിൻ നേരിടേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അത് റിയലൈസ് ചെയ്തിട്ട് ഒരു ആത്മവിശ്വാസം നേടി മുന്നോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻസിലൂടെ മുന്നോട്ടേക്ക് പോവുക. ഐസ് ഓഫ് പെന്റക്കിൾസ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഉയർച്ച, ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തകർന്നു നിൽക്കുന്ന അവസ്ഥ, നിങ്ങളുടെ കൂടെ നിന്നവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് ഒക്കെ തകർന്നു പോയ ഒരു അവസ്ഥയാണ്. അത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ കടന്നുപോയ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എന്താണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്ന വിശ്വാസമില്ലായ്മ നിങ്ങളിൽ നിഴലിച്ച് കാണുന്നുണ്ട്, എന്താകും എന്നുള്ള അറിയാത്തൊരവസ്ഥ. പക്ഷേ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാനായിട്ട് പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ വിജയം നേടാനായിട്ട് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. ടെൻ ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ദുഃഖകരമായ ആ ഒരു ജീവിതത്തെ, ദുഃഖകരമായ ജീവിതം എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഭാണ്ഡമാണ്. okay, ഭാണ്ഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു വിഴുപ്പിന്റെ ഭാണ്ഡം. വിഴുപ്പിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചുമക്കുന്നുണ്ട്. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ completely release ചെയ്തേക്കുക. ഓവർ തിങ്കിങ് നിങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയം തന്നെയാണ്. നമ്മൾ എന്തോരം പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കും, നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല ടെൻ ഓഫ് wands എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു പരിവർത്തനം സ്റ്റേജ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ വേദനകളുടെയും ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആണിത്. അപ്പൊ നിങ്ങൾ നന്നായിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയ്ക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ കേറാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉലയ്ക്കുന്ന സമയം. പക്ഷെ ആ ഒരു സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എൻഡിങ് ആണ്. നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളുടെ എല്ലാം പൂർണ്ണമായ ഒരു എൻഡിങ് ആണ്. അപ്പൊ നിങ്ങൾ അത് എപ്പോഴും മനസ്സിലേക്ക് വിചാരിക്കുക. നിങ്ങൾക്കൊരു വിഷമം അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഏറ്റവും ഡൗൺ സ്റ്റേജിലേക്ക് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുക, ഇത് എന്റെ എല്ലാവിധ മോശ സമയങ്ങളും തീരുന്നതാണ്,
ഞാൻ ഇതിനേക്കാൾ ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് നിങ്ങൾ തന്നെ മനസ്സിലേക്ക് ഒരു 10 തവണ പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജിയുടെ വേരിയേഷൻസ് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഉടനെ തന്നെയാണ് ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. യെസ്, ദ ഫുൾ എനർജി ആണ്, ന്യൂ ബിഗിനിങ് ആണ്. ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് മാത്രമായിരിക്കും ഇപ്പൊ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റു വ്യക്തികളെ ആരെയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല. ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അതിപ്പോ സാമ്പത്തികപരമായ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, വൈകാരികപരമായ ജീവിതത്തിലായിക്കൊള്ളട്ടെ, എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകും. ഞാൻ ഇനി മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ന്യൂ ബർത്ത് ആണ്, ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ. അതൊരു വലിയ വിജയത്തിലേക്കുള്ള യാത്ര തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് തയ്യാറാവുക എന്നാണ് ഈ ഒരു പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. 6 of Cups ആണ്, നൊസ്റ്റാൾജിയ കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമേ Ace of Cups പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ തിരികെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു കൊടുത്ത സ്നേഹം നിങ്ങൾ ഒരുപക്ഷെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. ആ ഒരു ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഒരുപാട് ബ്ലെയിം ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പടുകുഴിയിലേക്ക് ഇട്ടിട്ടൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ പേരിലൊക്കെയാണ് ഇവർ പോയത്. എന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയും നിങ്ങൾ ചെയ്യാത്ത തെറ്റിനാണ് ഈ ഒരു വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു തിരിച്ചറിവും അവരിൽ വന്നതിന്റെ ഭാഗമായിട്ട് അവരിപ്പോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നൊരു ആഗ്രഹം അവരിൽ തോന്നിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ വേദനയുടെ ഭാഗമായിട്ട് അവരിലേക്ക് തോന്നിപ്പിച്ചിരിക്കുന്നു. ഹാങ്ഡ് മാൻ ആണ്. കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നു. അതിപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾക്കൂടെ വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. ആ ഒരു പഴയ രീതിയിൽ നിന്നും നിങ്ങൾ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയ ക്യാരക്ടറിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു പിടിവാശി കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ കംപ്ലീറ്റ്ലി മാറി സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ വ്യക്തതയോടുകൂടി കാണാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ പേഴ്സൺ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല അവരിപ്പോ നിങ്ങളെ നോക്കി കാണുന്നത്. നിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതി ആയിരുന്നു അവരിലേത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരങ്ങനെയല്ല. ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം വേണം എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. യൂണിവേഴ്സിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അവരുടെ ചിന്താഗതികളെ പോലും മാറ്റിമറിച്ചിരിക്കുന്നു. കിങ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ ഇതുവരെ പയറ്റി വന്ന ഈ ഒരു അവസ്ഥയിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ജീവിതമേ മടുത്തു എന്നുള്ള അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വേദനയിലും എങ്ങനെയൊക്കെയോ മുന്നോട്ടേക്ക് തുഴഞ്ഞു നീങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് കിങ് ഓഫ് സോഴ്സ് ആണ്, നിങ്ങളുടെ വിജയമാണ്, രാജാവാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ആ ഒരു കയ്യിലിരിക്കുന്ന ഈ ഒരു വാള് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊന്നും ചിലപ്പോൾ നിങ്ങൾ ഇത്രയും ഡൗൺ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു പരിധിയിൽ കൂടുതൽ. അത്രയും അടുപ്പമുള്ള വ്യക്തികളുടെ അടുത്ത് മാത്രമായിരിക്കും നിങ്ങൾ എല്ലാം ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്വന്തമായിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിജയിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും കൂടുതൽ പ്രതീക്ഷയില്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസവും ഒരു വിഷ്വലൈസേഷൻ ഒക്കെ നിങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു വിശ്വാസം പരിപൂർണമായിട്ട് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ശരിയാകുമോ എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു വിശ്വാസവും നിങ്ങളുടെ ആ ഒരു ചിന്താഗതികളും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തതയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ച് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹത്തിന്റെ എല്ലാം ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെ, ബുദ്ധിപൂർവമായ ഒരു വിജയമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അതിപ്പോ കരിയർ വൈസ് ആയിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, ഒരു വൈകാരിക ജീവിതത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ ഒരു വിജയിക്കേണ്ട സമയമാണത്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് തന്നെ ഉടനെ തന്നെ എത്തുന്നതാണ്. പല വ്യക്തികളും ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളോട് ഒരു ഇഷ്ടം സ്നേഹാഭ്യർത്ഥന നടത്താനൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി മാറിപ്പോയ സമയത്ത്. പക്ഷെ നിങ്ങൾ അതൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ അപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെ ഇരുന്ന പേഴ്സൺ ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും, അവർ നിങ്ങളെ എന്നെങ്കിലൊക്കെ മനസ്സിലാക്കും എന്നൊരു ചിന്തയിലൊക്കെയാണ് നിങ്ങൾ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു സ്നേഹവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. അവരായിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരുന്ന ഈ ഒരു കപ്പുകളൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ ഇവരുടെ കപ്പ് ഇവരുടെ ഈ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ നീട്ടുകയാണ്.
അല്ലെങ്കിൽ നീട്ടാനായിട്ട് പോവുകയാണ്. അത് സ്വീകരിക്കാനായിട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറെടുത്തിരുന്നോളൂ. അവരൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ അതിവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഹോൾസിനെ കാണാനായിട്ട് സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കോൺടാക്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൾ ആയിട്ടായിരിക്കാം. അപ്പൊ കോൾ ആണെന്നുണ്ടെങ്കിലും മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബുദ്ധിപൂർവമായ ഒരു നീക്കങ്ങളാണ്. കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇവരോട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പൂർണ്ണമായ ഒരു മാറ്റങ്ങളിലൂടെ തന്നെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്ന രീതി ആയിരിക്കില്ല കാണിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ ഇവരോടുള്ള ഭയം കാരണമോ അല്ലെങ്കിൽ ഇവരോടുള്ള സ്നേഹം കാരണമോ നിങ്ങൾ ഒരു ലിമിറ്റിൽ കൂടുതൽ തർക്കിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇതുവരെയും ഒന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിത്വം ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്ട് വീണ്ടും തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യങ്ങളാണ്. സെൽഫ് ലവ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് പോലും നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്യണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജി, നിങ്ങളിപ്പോൾ ഒരുപാട് ലോ എനർജിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഹൈ എനർജിയിലേക്ക്, ആ ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് വർക്ക് ആകുന്നത്. എംപ്രസ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീമെയിൽ എനർജി ബ്ലെസ്സിംഗ് ഉള്ളതായിട്ടാണ്. യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിംഗ് ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി, ഈ ഒരു യൂണിവേഴ്സ് മദർ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു അനുഗ്രഹം തരികയാണ്. ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങിക്കൊള്ളൂ. ഞാൻ ഇവിടെയും പറഞ്ഞു സൺ എനർജി വന്നപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹം നൽകാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ഇനി വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഇമോഷൻസിന് ഇതുവരെ ഒരു വാല്യൂ കൽപ്പിക്കാതിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ഇമോഷൻസിനും ഫീലിങ്സിനും വാല്യൂ കൽപ്പിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. കാരണം അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ ആ ഒരു ബ്ലെസ്സിംഗ് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കുക. കിങ് ഓഫ് wands ആണ്. again നമുക്ക് കമ്മ്യൂണിക്കേഷൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊരു വിജയമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പരിവർത്തനം പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിലും വലിയ പരിവർത്തനം നടന്നിരിക്കുകയാണ്. അവരൊരു സിംഹത്തിന്റെ രൂപമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അവർ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ആ ഒരു സിംഹത്തിന്റേതായ ആ ഒരു ധൈര്യവും കാര്യങ്ങളും അവരിൽ ഉണ്ടെങ്കിൽ പോലും ഇനി അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആ ഒരു ഗർജിക്കുന്ന സ്വഭാവത്തോടു കൂടിയല്ല. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനിൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലും വിജയമാണ്. കിങ് ഓഫ് wands എന്ന് പറയുമ്പോൾ വിജയമാണ്. നിങ്ങളുടെ വിജയമാണത്. നിങ്ങൾ വേണം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഭയമൊന്നും വേണ്ട. ഇനി ആ ഒരു വ്യക്തി വരുമ്പോൾ സംസാരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ആകുമോ? ഒരിക്കലും ആവുകയില്ല. കാരണം നിങ്ങളുടെ ആ ഒരു രീതികളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് മാത്രമാണ് നിങ്ങൾ ഇവിടുന്ന് മാറ്റേണ്ടത്. നിങ്ങളുടെ നാവിൽ ആ ഒരു സംസാരിക്കുന്ന സമയത്ത് പോലും ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടും പ്രോപ്പർ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിലൊരു വിജയം കൈവരിക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സ് ആണ്. സ്വയം നിയന്ത്രിച്ച് കെട്ടിയിട്ടിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളിലുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവുകളെ എല്ലാം നിങ്ങൾ സ്വയം കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു നെഗറ്റിവിറ്റി നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ അതിൽ അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ ആ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ സ്വയം കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളുടേത്. നിങ്ങൾ ആ ഒരു സ്വയം കണ്ണ് തുറന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ കഴിവിനെ. അപ്പൊ നിങ്ങൾ ഈ ഒരു കെട്ടഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾ ആരും കെട്ടിയിട്ടിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ എല്ലാം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിക്കുക അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരിക. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സ് എനർജി ആണ്. ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു വേദനകൾക്കെല്ലാം വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി ഏറ്റെടുക്കാൻ നിങ്ങളും കൂടെ തയ്യാറാവൂ. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികളാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം ഒരു ചേഞ്ച് വരാനായിട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സിന്റെ സൈൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം.
നമ്മൾ പറയാറുള്ളത് പോലെ ആ ഒരു യൂണിവേഴ്സൽ സയൻസ് എന്ന് പറയുമ്പോഴേക്കും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് 1111 111 ഇങ്ങനത്തെ നമ്പേഴ്സുകൾ 1212 അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് 1010 ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ ബട്ടർഫ്ലൈസ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ ട്വിൻസ്, ഇപ്പോൾ ബേർഡ്സ് ആയിക്കൊള്ളട്ടെ, അതുപോലെ കുട്ടികളായിക്കൊള്ളട്ടെ, ട്വിൻസ് ബേബീസിനെ ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻസ് ആണ്. അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾ എന്ത് കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് അത് അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കും ആ ഒരു പോസിറ്റീവ് എനർജീസ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടെ നിങ്ങൾ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് വരുന്ന മെസ്സേജസ് ഏഞ്ചൽസ് എന്താണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടെ നോക്കാം. വെയിറ്റ് എന്നാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. The situation will improve. Ask your angels. Remain positive. Within the next few weeks, peaceful resolution ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ, ഏഞ്ചൽസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെയിറ്റ് എന്നാണ്, കാത്തിരിക്കൂ. The situation will improve. ഈ ഒരു സിറ്റുവേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആകുന്നതാണ്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, നിങ്ങളുടേതായ ഒരു കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കൂ. വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളുടെ ലൈഫിൽ ഉടനെ ഉണ്ടാകുന്നതാണ്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് തന്നെ പോവുക. അതിനെ ഡിസ്കണക്ട് ചെയ്യരുത്. അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇരിക്കുക. റിമൈൻ പോസിറ്റീവ്. ഇതുവരെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം നെഗറ്റിവിറ്റിയിൽ ഇരുന്നാലും നിങ്ങളുടെ ഒരു ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തെയാണ് ഇവിടെ റിമൈൻ പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ കാത്തിരിക്കൂ, മുന്നോട്ടേക്ക് തന്നെ പോകൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം ഇംപ്രൂവ് ആകാനായിട്ട് പോവുകയാണ്, മാറ്റം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ലൈഫിലേക്ക് നടക്കാനായിട്ട് പോകുന്നു. ഒരു വലിയ മാറ്റം, അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഒരു സന്തോഷകരമായ മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക എന്നാണ് ഒരു ഏഞ്ചൽസ് പോലും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലും, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ റെസനേറ്റ് ആകുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഗൈഡൻസ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.